ടൈപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഇത് സാധനം റിസൾട്ട് ഉണ്ടാണെങ്കിൽ പോയി വോട്ട് ചെയ്യും. എല്ലാവരും അനീസിന് പോയിട്ട് ഇവിടെ വോട്ട് ചെയ്യാനല്ല കേട്ടോ, ഈ ചാറ്റിൽ വോട്ട് ചെയ്യാനല്ല, പോയിട്ട് ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ചെയ്തിട്ട് പോയി വോട്ട് ചെയ്യുക. എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ പോയി അനീഷിന് വോട്ട് ചെയ്യുക. ചെയ്യണം, അനീഷിന് തന്നെ വോട്ട് ചെയ്യണം. ഇന്നലെ തൊപ്പി ഇട്ട ഒരു ലൈവ്, തൊപ്പിയുടെ ഒപ്പീനിയനാണ് പറഞ്ഞത്. കാരണം ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ ആരെയും പിന്നിൽ നിന്ന് കുത്തിയിട്ടില്ല, സ്ത്രീകൾക്കെതിരെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അത് മാത്രവുമല്ല, ഒരാളോടും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പുലർത്താത്ത സത്യസന്ധനായിട്ട് അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി, ഒരാളുടെ കുറ്റം ഒരിടത്ത് പോയി പറയുകയോ ഒന്നും ചെയ്യാത്ത, ആ വീട്ടിൽ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു വ്യക്തി, അത് മാത്രമല്ല പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഇടം നേടിയ ഒരു വ്യക്തി, ഒരു സാധാരണക്കാരനായിട്ട് പോയി ആ ബിഗ് ബോസ് വീടിനുള്ളിലുള്ളവരെ എല്ലാം വെറുപ്പിച്ച് അവരുടെ ഒരു എന്താ പറയുക അവസാനമായപ്പോഴത്തേന് അവരുടെ സ്നേഹം പിടിച്ചു പറ്റുകയും എല്ലാവരിൽ നിന്നും ഒരു വെറൈറ്റി ആയിട്ട് പോയി അദ്ദേഹത്തിന്റെ മൈൻഡ് ഗെയിം കളിച്ചുകൊണ്ട് അവിടെ വിജയിക്കാനുള്ള അവസരത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ കയറി കൃത്യമായി വോട്ട് ചെയ്യുക. ഇന്നൂടെ ഉള്ളൂ ആ ഒരു അവസരം. ഞാൻ പകല് വീഡിയോ ഇടാനൊക്കെ ലേറ്റായി പോയി, എനിക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വൈകിട്ടൊരു വീഡിയോ ഇടുന്നത്. എല്ലാവരും കൃത്യമായും വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യാൻ ആരും മറക്കരുത്. കാരണം അനുമോളും വിജയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. പക്ഷേ പലപ്പോഴായിട്ട് അനുമോളുടെ PR-കളുടെ എണ്ണങ്ങളും അതോടൊപ്പം തന്നെ അനുമോക്ക് വേണ്ടി പലതും പറഞ്ഞ് അനീഷിനെ അങ്ങ് നെഗറ്റീവ് അടിപ്പിക്കുന്ന പല ഇതും ഞാൻ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ഈ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, റിക്വസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ വോട്ട് ചെയ്യുക. വോട്ട് ചെയ്ത് ആ മനുഷ്യനെ വിജയിപ്പിക്കുക. കോടന്നൂരിൽ ഇരിക്കട്ടെ ഈ പ്രാവശ്യത്തെ കപ്പ്. അനുമോള് മോശക്കാരി എന്നല്ല ഞാൻ പറയണത്. അനുമോളുടെ ഭാഗത്ത് തെറ്റുള്ളത് അനുമോള് അംഗീകരിക്കാനായിട്ടുള്ള റെഡിയില്ല പുള്ളിക്കാരിക്ക്. പക്ഷെ ഇന്നലെ ആദില നൂറയും കാണിച്ചതൊക്കെ വളരെ മോശമാണ്. ആദില നൂറയും ചെയ്തത് തെറ്റാണ്, അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ പറഞ്ഞ ജാതി പറഞ്ഞ വോട്ടും അതോടൊപ്പം തന്നെ ഈ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ നിന്നുള്ള വോട്ടുപിടിയും അങ്ങ് തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ് അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു PR സംഘത്തെ വെച്ചുകൊണ്ട് വോട്ട് മറിച്ച് വിജയിക്കാമെന്നുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് ചുരുട്ടിക്കൂട്ടി കൈവച്ചാൽ മതി. ഇപ്പൊ പലരും വന്നിട്ട് അനീഷിന് PR ഉണ്ട് എന്ന രീതിയിലൊക്കെ വരുന്നുണ്ട്. അനീഷിനുള്ള ആൾക്കാർ എന്നെ പോലെയുള്ള ആൾക്കാർ, അതായത് ഒരു 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 വിഭാഗം നല്ലവരായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന അനീഷിന് സപ്പോർട്ടുമായിട്ട് എത്തിയിട്ടുള്ളത്. ഈ പറയുന്ന തൊപ്പി എന്താ, തൊപ്പിക്ക് പൈസ കൊടുത്തിട്ടാണോ? അനീഷ് തൊപ്പിക്ക് പൈസ കൊടുത്തിട്ടാണോ ഈ പറയുന്ന തൊപ്പി ചെയ്യുന്നത്? അല്ല, തൊപ്പിയുടെ മനസ്സിൽ തോന്നി അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഗുണഗണങ്ങൾ എന്താണെന്ന്. അതുകൊണ്ടാണ് തൊപ്പി ഈ പറയുന്ന അനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്നത്. അല്ലാതെ പൈസ വാരി എറിഞ്ഞു കൊടുത്തിട്ടല്ല. എനിക്ക് ഒരു പൈസ പോലും തന്നിട്ടല്ല ഞാൻ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്ന പലരും ഉണ്ട്, അവർക്കൊന്നും ഒന്നും കൊടുത്തിട്ടല്ല. പക്ഷേ അഖിൽമാരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് അനീഷിനാണ് PR കൂടുതലെന്ന്. എന്ത് ബേസിലാണ് പറയുന്നത്? അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പോസ്റ്റ് എഴുതി ഇടുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ അനുമോൾ അങ്ങനെയാണോ? അനുമോൾ കാശ് കൊടുത്തിട്ടാണ് പോയേക്കുന്നത്. കാശ് കൊടുത്തിട്ടാണ് പോയി അവരാണ് ഈ പറയുന്ന മറ്റുള്ളവർക്കെതിരെ കമന്റ് ഇട്ട് തള്ളുന്നത്. ശരിയല്ലേ? പിന്നെ അനുമോൾക്കാണെങ്കിൽ ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അനുമോൾക്കെതിരെ ആരെങ്കിലും പറയുകയോ അനുമോൾക്കെതിരെ ആരെങ്കിലും വീഡിയോ ഇടുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ അറ്റാക്ക് ചെയ്യും. പക്ഷേ അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നല്ല റീച്ചിൽ പോകുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഈ പറയുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടും. അതാണ് അവിടെ നടക്കുന്നത്. എന്തായാലും തൊപ്പി പറഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട്, അതോടൊന്ന് കേട്ടു നോക്കി നിങ്ങൾ. എന്തുകൊണ്ടാണ് തൊപ്പി അനീഷിന് വോട്ട് ചെയ്യുന്നതെന്ന് അതും കേട്ടു നോക്കി. അനീഷിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം നോക്കാം. അനീഷിനെ സപ്പോർട്ട് ചെയ്യാനുള്ള റീസൺ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അനീഷ് അവിടെ ആരുമായിട്ടും അടിയുണ്ടാക്കാനോ അസൂയക്കോ കുശമ്പിനോ ഇങ്ങനത്തെ ആൾക്കാരെ താത്തിക്കെട്ടാനോ, അനീഷ് ശത്രുക്കളോട് പോലും നല്ല രീതിയിൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുന്നത് ഞാൻ കാണുന്നത്. ഓക്കെ, വെറുപ്പിക്കാനോ ഇതാക്കാനോ പോവാത്ത ഒരേ ഒരു നല്ലവരായ ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് അനീഷിനെ മാത്രമേ തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അവർ ചെയ്യുന്ന എന്തിനാണ് ആൾക്കാർ കാണിക്കാൻ, അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് അടിക്കുന്നുണ്ട്. പക്ഷെ അനീഷ് എന്തോ ഭയങ്കര ജെന്യൂൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. അതെ, മനസ്സിലായല്ലോ. തൊപ്പിയുടെ കാര്യം പറഞ്ഞു. ഇത് തന്നെയാണ് പറയാനുള്ളത്. അവിടെ വന്ന തിരിച്ച് റീഎൻട്രി ആയിട്ട് വന്ന മത്സരാർത്ഥികളെല്ലാം ഈ അനീഷിനോട് വഴക്കുണ്ടാക്കിയിട്ടുള്ളവരാണ്. ഒരാളോട് പോലും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടില്ല. എല്ലാവരെയും അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് ക്ഷണിച്ചു. അത് മാത്രവുമല്ല എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ചു. എല്ലാവരും പറയുന്നത് അനീഷിന്റെ ആ ഒരു സ്വഭാവത്തെ കുറിച്ചാണ്. ഒരാളോട് പോലും, അദ്ദേഹത്തിനോട് വഴക്കുണ്ടാക്കിയിട്ടുള്ളവരോട് പോലും വൈകിട്ട് പോയി സംസാരിക്കും. കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാനായിട്ട് തയ്യാറായി മുന്നോട്ട് വരും. പലരെയും പലരുടെയും സങ്കടങ്ങൾ കേട്ടിരിക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു വ്യക്തി. അങ്ങനെയൊക്കെയാണ് അനീഷ്. അല്ലാതെ മറ്റുള്ളവരുടെ കുറ്റം മൈക്ക് മാറ്റി വിളിച്ചു പറയുക, മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മൈക്ക് മാറ്റി മറ്റുള്ളവരോട് പറയുക, കൂട്ടുകൂടെ ആക്രമിക്കുക, ഇതൊന്നും അനീഷ് ചെയ്തിട്ടില്ല. എല്ലാവരോടും റെസ്പെക്റ്റ് ഉള്ള ഒരു മനുഷ്യനാണ്. പ്രത്യേകിച്ച് സ്ത്രീകളോട് നല്ല റെസ്പെക്റ്റോട് കൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടും വോട്ട് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് വൈകിട്ട് വരെ ഉള്ളൂ വോട്ട് കൊടുക്കാൻ. ഞാൻ ഓൾറെഡി വോട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ അവസരമാണ്. നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.